2002 നടത്തിയ ഐതിഹാസിക സമരത്തിനെ സൂചിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ ഓർമ്മിക്കുന്ന രീതിയിലുള്ള ഐതിഹാസിക സമരമാണ് നടത്തിയിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് KM അബ്ദുള്ള പതാകയോടുകൂടി നമ്മുടെ സമ്മേളന പരിപാടി ആരംഭിച്ചു. പ്രതിനിധി സമ്മേളനം ബഹുമാനപ്പെട്ട മേഖലയിലെ സർവ്വമേഖലയിൽ എല്ലാ വിഷയങ്ങളിലും ഏതോ വിഷയം എടുത്തു കഴിഞ്ഞാലും ആ ഓരോ വിഷയത്തിലും നമ്മൾ ഗവൺമെൻറ് അധ്യാപക ദ്രോഹ നടപടികൾ തുടരുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ സമ്മേളനം വിളിച്ചതും ഈ പ്രസക്തമായ പ്രമേയം നമ്മൾ തിരഞ്ഞെടുത്തത്. അധ്യാപകരെ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ നമ്മൾ നേരിടുകയാണ്. ആ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്നതിന് വേണ്ടി KSTU യൂണിവർസം നിരവധി പ്രക്ഷോഭ പരിപാടികൾ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം 9 വർഷമാകാനായിട്ടും നടപ്പിലാകില്ലാതെ വിജയകരമാണ്. അതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഒരു സമിതി നിശ്ചയിച്ചെങ്കിലും ആ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും അത് എന്താണ് ആ സമർപ്പിച്ച റിപ്പോർട്ട് എന്ന് നമുക്കാർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. വിദ്യാഭ്യാസ മേഖലയിൽ ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള ആത്മാർത്ഥത എത്രമാത്രം ഉണ്ട് എന്നത് ഈ കാര്യം കൊണ്ട് നമുക്ക് ബോധ്യമാണ്. BA നമുക്ക് ഇന്ന് കിട്ടാൻ കഴിയാണ്. എപ്പോഴെങ്കിലും അതിന് പ്രവർത്തന പദ്ധതിയില്ല. KSTUവിന്റെ ചരിത്രമുള്ളതല്ല. ഇതിന് മുൻകാലത്ത് 2002 കേരളത്തിലെ ജീവനക്കാരെ ബാധിക്കുന്ന നിയമം വന്നപ്പോ KSTUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അന്ന് മന്ത്രി ഓഫീസിൽ ഇരുന്നുകൊണ്ട് സംഘത്തെ രൂപീകരിക്കേണ്ട ആവശ്യത്തിലേക്ക് നിർദ്ദേശം വെച്ചപ്പോ ആ നിർദ്ദേശം ഏറ്റെടുത്ത മഹാരഥന്മാരെ ഈ സമയത്ത് ഓർക്കുകയാണ്. പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, സീറ്റുകളിൽ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കും. എല്ലാ പ്രക്ഷോഭങ്ങളിലും പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. നിങ്ങൾ അധ്യാപകർ സ്കൂളിൽ പോയി പഠിപ്പിക്കേണ്ടവരാണ്, സമരത്തിനുള്ളവല്ല. സമരം ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ ഒരു മഹാനായ നേതാവിന്റെ പിന്തുണയിലാണ് ഈ പ്രസ്ഥാനം ധരിച്ചു വളർന്നത്. അതുകൊണ്ട് തന്നെയായിരുന്നു 1985 പിന്നീട് അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന TM ജേക്കബിന്റെ കാലത്താണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ അംഗീകാരം നേടുന്നത്. അംഗീകാരം നേടിയിട്ടും ഏറെക്കാലം പ്രയാസം കുറഞ്ഞൊരു കാലമായിരുന്നു. അംഗീകാരം നേടിയത് കൊണ്ട് സംസ്ഥാനത്ത് നടക്കുന്ന സർവീസ് സംഘടനാ ചർച്ചകൾ പങ്കെടുപ്പിക്കുകയോ വിദ്യാഭ്യാസ സമിതികളിലോ അംഗത്വം ലഭിക്കാത്തൊരു കാലം. അങ്ങനെ ഏറെ ക്ലേശപൂർവമായ ഒരു കാലം പിന്നിട്ട് 1991 മുതലാണ് സംസ്ഥാനത്ത് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ വളർച്ചയുടെ 2ാം ഘട്ടം വരുന്നത്. പ്രഗത്ഭനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി E.T. മുഹമ്മദ് ബഷീറിന്റെ കാലത്ത് ആരംഭിച്ച ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പിന്നെ 2001 പ്രിയപ്പെട്ട സുപ്പി സാഹിബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഈ പ്രസ്ഥാനത്തിനും ഈ സംഘത്തിനും മലബാറിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ വിഭാഗത്തിനും ധാരാളം വിദ്യാഭ്യാസം 1979 കാലഘട്ടത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു. നിരന്തരം പോരാൻ അച്യുതമേനോന്റെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ മാർക്സിസ്റ്റ് സംഘടനകൾ നടത്തിയ നിരന്തര പോരാട്ടത്തിന്റെ ഭാഗം. അതോടുകൂടി കേരളത്തിലെ അധ്യാപക സർവീസ് സംഘടനകളൊക്കെ ഏകദേശം ഈ മാർക്സിസ്റ്റ് കണ്ടപ്പോ പതുക്കെ പിന്മാറിക്കൊണ്ട് സ്വതന്ത്രമായ ഒരു സംഘടനാ പ്രവർത്തനം രൂപീകരിച്ച ഒരു കാലഘട്ടമായിരുന്നു 1970 മുതൽ 80 വരെയുള്ള കേരളത്തിന്റെ സർവീസ് സംഘടനാ ചരിത്രം. ആ സംഘടനാ ചരിത്രത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അന്ന് കേരളം നയിച്ചിരുന്നത് കേരളത്തിലെ ഒരുപാട് പ്രഗത്ഭരായ മഹാരഥന്മാരായിരുന്നു. CH മുഹമ്മദ് കോയ സാഹിബിനെ പോലുള്ള ഭിഷണാശാലികളായ ആളുകൾ നേതൃത്വം നൽകിയ ഒരു സർക്കാർ കേരളം ഭരിച്ചപ്പോ മുഖ്യമന്ത്രിയായിക്കൊണ്ടും വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തപ്പോ കേരളത്തിൽ നടന്ന പുരോഗതി എക്കാലത്ത് നമ്മൾ ഓർക്കേണ്ടതാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് കേരള ചരിത്രം മാറ്റി എഴുതിയ ഈ മഹാപ്രസ്ഥാനം വളർന്നു വന്നാൽ അത് രാജ്യത്തെ അരാജകത്വം ഉണ്ടാക്കും. ആ അരാജകത്വത്തിലൂടെ ലോകത്ത് എല്ലായിടത്തും വളർന്ന പോലെ കമ്മ്യൂണിസം വളർത്താമെന്ന് ഇതിൻ്റെ ഏറ്റവും ബുദ്ധിപൂർവമായ ഒരു വിഭാഗമാണ് സമൂഹത്തിൽ. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കുന്നതല്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിവുകഴികൾ നേടാൻ നിങ്ങൾക്ക് പിന്തുണ നൽകുന്നവരും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നവരുമായ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ എന്ത് നിലപാടുകൾ എടുക്കുന്നു എന്നതിനെക്കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായ ബോധവും ചിന്തയും ഒക്കെ ഉണ്ടായി വരേണ്ടതുണ്ട്. അതാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രാധാന്യം.
അതാണ് ഈ സമ്മേളനത്തിൽ ഇത്രമാത്രം പ്രാതിനിധ്യമുണ്ടായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കറിയാം, ഓരോരോ പ്രശ്നങ്ങൾ എടുത്ത് നോക്കിയാൽ ആദ്യമായി വിദ്യാഭ്യാസ മേഖല അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. പണ്ട് കാലത്ത് വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്നത് അത് അടിസ്ഥാന ഘടകമായി വിദ്യാഭ്യാസ മേഖല ചിന്തിച്ചു പോകുന്നതും അതിനനുസൃതമായി പദ്ധതികൾ രൂപീകരിക്കപ്പെട്ടു പോകുന്നതുമൊക്കെ വിദ്യാഭ്യാസം ധാർമ്മിക ബോധത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകണം എന്നതാണ്. അരാജകത്വം വിളിച്ചു വരുത്തുന്ന അധാർമികതയിലൂന്നിയ ഒരു വിദ്യാഭ്യാസ മേഖല രാജ്യത്തിന് അനുകൂലമായില്ല എന്ന ചിന്ത കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ മൗലാന അബുൽ കലാം ആസാദ് ആദ്യമായി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായി അധികാരമേറ്റത് മുതൽ അത്തരം കാഴ്ചകളിൽ ഊന്നിയായിരുന്നു വിദ്യാഭ്യാസമുള്ള പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതോടൊപ്പം അവർക്ക് ജനങ്ങളോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധത ഊട്ടി ഉറപ്പിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസ ചിന്താഗതികളും സിലബസുകളും ഒക്കെയാണ് ഉൾപ്പെടുത്തിയത്. ഇന്ന് കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും വിശ്വാസമുള്ള പാർട്ടികൾ അധികാരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് പുറത്തു പോയപ്പോൾ അവിടേക്ക് പകരം വന്ന ആളുകൾ ഈ മേഖലയെ എത്രമാത്രം ബീഭത്സമാക്കാം, എത്രമാത്രം തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് അനുയോജ്യമാക്കാം എന്നതിനെ കുറിച്ചുള്ള ഗവേഷണങ്ങളാണ് നടത്തുക. അവരുടെ ലക്ഷ്യം രാജ്യത്തിലെ മതനിരപേക്ഷത തകർക്കുകയാണ്, രാജ്യത്തിലെ ജനാധിപത്യ പ്രക്രിയ ഇല്ലാതാക്കുകയാണ്. അവരാഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടെ അന്തസത്തയെ മുച്ചൂടും നശിപ്പിക്കുക എന്നതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമായി അവർ കാണുന്ന ജനാധിപത്യത്തെ ധ്വംസിക്കുക. അതുപോലെ തന്നെ മതനിരപേക്ഷതയെ ഇല്ലാതാക്കുക. രാജ്യം മതേതര രാജ്യമാണ് എന്നതിനപ്പുറത്തേക്ക് ഇതൊരു ഏകമത രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതെന്തിനു വേണ്ടിയാണ്? വോട്ടിനു വേണ്ടിയാണ്. മറിച്ച് ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വിശ്വാസമുണ്ടാക്കി, വിശ്വാസ തകർച്ചയുണ്ടാക്കി, അവർ തമ്മിലുള്ള വിഭാഗീയത വളർത്തി പരസ്പരം ശത്രുക്കളാക്കി മാറ്റി വോട്ടുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ്. അധികാരത്തിന് വേണ്ടി കാലാകാലങ്ങളിൽ ഈ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. അതിലേറെക്കുറെ വിജയിക്കുകയും ചെയ്തു. ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും തൊട്ടു മുമ്പ് രാജ്യത്തൊരു വർഗീയ കലാപം ഉണ്ടാക്കും. അത് നമ്മൾ കണ്ടത് ഗുജറാത്തിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയും അമിത്ഷാ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായപ്പോൾ ആഹ്വാനം ചെയ്ത് ഇറക്കിവിട്ട സംസ്ഥാന സർക്കാർ സ്പോൺസർ ചെയ്ത ഗുജറാത്ത് കലാപം മുതലാണ്. ആ കലാപത്തിന്റെ ഫലമായി അവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടായി, പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു. ആ വർഗീയ ധ്രുവീകരണത്തിന്റെ ഫലമായി നരേന്ദ്രമോദിക്ക് വീണ്ടും അധികാരത്തിലെത്താൻ കഴിഞ്ഞു. യോഗി ആദിത്യനാഥ് ആവർത്തിച്ചു. മുസഫർ നഗരിൽ വർഗീയ കലാപം ഉണ്ടാക്കി. ഒരു ഗ്രാമം മുഴുവൻ തകർക്കപ്പെട്ടു, ചുറ്റു ചാമ്പലാക്കി. അവിടെയും യോഗി ആദിത്യനാഥ് വിജയിച്ചു. അതിൽ ആ വർഗീയ സംഘർഷം കൊണ്ട് വർഗീയമായ കൺസോളിഡേഷൻ ഉണ്ടായി. യോഗി ആദിത്യനാഥ് വലിയ ഭൂരിപക്ഷത്തിന് യുപിയിൽ അധികാരത്തിൽ വന്നു. അതിനുശേഷം ഇന്ത്യ രാജ്യത്ത് ആഗമനം പ്രയോഗിച്ചു. പലയിടത്തും വിജയിച്ചു, മറ്റു പലയിടങ്ങളിലും പരാജയപ്പെട്ടു. നമ്മുടെ തൊട്ടടുത്തുള്ള കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരീക്ഷിച്ചതാണ്. കർണാടക എന്നത് 5 കൊല്ലം ഭരിച്ച BJP ഗവൺമെന്റ്. ആ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ വെച്ചുകൊണ്ടല്ല തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. കേന്ദ്രം 10 കൊല്ലമായി ഭരിക്കുന്ന BJPയുടെ നേട്ടങ്ങൾ വെച്ചുകൊണ്ടല്ല കർണാടക തെരഞ്ഞെടുപ്പിൽ BJP വോട്ട് ചോദിച്ചത്. അവിടെ വോട്ട് ചോദിച്ചത് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു മലയാള സിനിമയെ ആസ്പദമാക്കിക്കൊണ്ടാണ്. അതുപോലെ തന്നെ തലമറയ്ക്കുക, അതിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മുസ്ലിം വിദ്യാർത്ഥിനികളുടെ സമരം മുന്നിൽ വെച്ചുകൊണ്ടാണ് BJP കർണാടകയിൽ വോട്ട് ചോദിച്ചത്. പക്ഷെ അത് പരാജയപ്പെട്ടു, ജനങ്ങളെ ഏറ്റെടുത്തില്ല. നമ്മുടെ കേരളത്തിൽ പോലും പരസ്പര സ്നേഹത്തിനും വിശ്വാസത്തിനും പേരുകെട്ട നമ്മുടെ സംസ്ഥാനത്ത് പോലും തെരഞ്ഞെടുപ്പിന് മുമ്പ് വർഗീയ സംഘർഷമുണ്ടാക്കാൻ
ശ്രമം നടന്നു. ഈ കാസർഗോഡിന്റെ പുണ്യഭൂമിയിൽ അങ്ങനെ ശ്രമിച്ചത്. ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാണ് റിയാസ് മൗലവിയുടെ കൊല ചെയ്തത്. ഒരു പള്ളിയിൽ അർദ്ധരാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു പ്രകോപനവുമില്ലാതെ 2-3 പേർ പോയി കുത്തി കൊലപ്പെടുത്തുകയാണ്. കാസർഗോഡ് പോലെയുള്ള ഒരു പ്രദേശത്ത് ഒരു പള്ളിക്കകത്ത് കടന്ന് ഒരു മുഅദ്ദിനെ കൊല ചെയ്യുമ്പോൾ കുഴപ്പമുണ്ടാവും. കാസർഗോഡ് മുസ്ലിങ്ങൾ കുഴപ്പമുണ്ടാക്കും. ആ കുഴപ്പം കേരളം മുഴുവൻ നാട്ടിപ്പളർത്തി നമുക്ക് കേരളത്തിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കി വോട്ടുകളുടെ കൺസോളിഡേഷൻ ഉണ്ടാക്കി BJPക്ക് ജയിക്കാമെന്ന ചിന്തയാണ് ഉണ്ടായത്. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും കാസർഗോഡ് സാമൂഹിക നേതാക്കന്മാരും ഒറ്റക്കെട്ടായി നിന്ന് ഇവിടെ നിന്ന് വർഗീയ അഗ്നി ആഴി പടരുന്നതിനെ തടുത്തു. സമ്മേളനം പാലിക്കാൻ ആഹ്വാനം ചെയ്തു. ഒരു കുഴപ്പമുണ്ടായില്ല. ആ കേരളത്തിലും അത് പരാജയപ്പെട്ടു. പക്ഷെ കേരളത്തിലും കർണാടകയിലും പരാജയപ്പെട്ടപ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങളിലും അത് വിജയിച്ചു. അങ്ങനെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള ആ ഭിന്നിപ്പിലൂടെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഭൂരിപക്ഷം വോട്ട് നേടാനുള്ള ജുഗുപ്സാപരമായ ശ്രമം അതിന് തുടക്കം കുറിച്ച BJP ഗവൺമെന്റ് കേന്ദ്രത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് കൂടെയാണെന്നത് പ്രാവർത്തികമാക്കാൻ കൊണ്ടിരിക്കുന്നു. ചരിത്രത്തെ വികലമാക്കിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. ഷാജഹാൻ അല്ല താജ്മഹൽ ഉണ്ടാക്കിയതെന്നും കുത്തുബുദ്ദീൻ ഐബക്കല്ല കുത്തുബ് മിനാർ നിർമ്മിച്ചതെന്നും ഒരുപാട് ചെങ്കോട്ടയടക്കമുള്ള ഇന്ത്യയിലെ അഭിമാന സ്തംഭങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഇവിടുത്തെ മുസ്ലിം ഭരണകൂടങ്ങളല്ല എന്ന് ചരിത്രം വികലമാക്കിക്കൊണ്ട് സിലബസുകളിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ 900 വർഷക്കാലത്തോളം ശക്തമായി പ്രവർത്തിച്ച ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. ആ മുസ്ലിം സമുദായത്തിന്റെ ചരിത്രം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്നും പൂർണ്ണമായും നീക്കം ചെയ്ത സംഭവ വികാസങ്ങൾ ഇന്ത്യ രാജ്യത്തെ മാറ്റിമറിക്കുകയാണ്. പച്ച കള്ളങ്ങൾ ആവർത്തിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ വളർച്ചയിലും വികാസത്തിലും മറ്റ് സമുദായങ്ങൾക്കുണ്ടായ പങ്കിനെ കുറിച്ച് പുതിയ തലമുറക്ക് അറിയാതിരിക്കാനുള്ള എല്ലാ വകകളും നമ്മുടെ സിലബസിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈന്ദവ മതത്തിന്റെ വിശ്വാസങ്ങളാണ് ഇന്ത്യയുടെ വിശ്വാസം എന്ന് ബോധപൂർവം അടിച്ചേൽപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് വിദ്യാഭ്യാസ മേഖലയിലൂടെയാണ്. കേന്ദ്ര ഗവൺമെന്റ് ഏകമത സിദ്ധാന്തത്തിലേക്ക് രാജ്യത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ കേരള ഗവൺമെന്റ് ശ്രമിക്കുന്നത് മതനിരാസത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ. രണ്ടു കൂട്ടരെയും ശ്രമം ഒന്നാണ്. മതനിരാസം, ദൈവനിഷേധം അത് പ്രചരിപ്പിക്കാൻ നമ്മുടെ ക്യാമ്പസുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ചാണ് കേരള സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലത്തും ഇടതുപക്ഷ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കാറുണ്ട്. അതിനുള്ള ഒരു ഫോക്കസ് പ്രവർത്തിക്കുന്നുണ്ട്. AKG സെന്ററിൽ അതിനായുള്ള ഗവേഷണശാല പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ 80-ൽ നേനാൽ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴാണ് അറബി ഭാഷ പഠനം തകർക്കാനുള്ള ശ്രമം ഉണ്ടായത്. അതിന് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് അറബി ഭാഷ പഠിക്കുന്ന കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, അവർക്കതിനുള്ള അവസരം ഉണ്ടാകാതിരിക്കാനുള്ള കടുത്ത നിയമങ്ങൾ അത് കൊണ്ടുവന്നു. അത് നയനാർ ഗവൺമെന്റിന്റെ 1980-ലാണ്. നിങ്ങൾക്കറിയാം, ആ കാലത്ത് മുസ്ലിം ലീഗ് കേന്ദ്രപ്പെട്ട് ബഹുമാനപ്പെട്ട CH മുഹമ്മദ് കോയ സാഹിബാണെന്ന് അധ്യാപക സുഹൃത്തുക്കളോട് സമരത്തിന് ഇറങ്ങിയപ്പോൾ അറബി അധ്യാപകരോട് പറഞ്ഞത്, നിങ്ങൾക്ക് ശമ്പളം തരുന്നു, നിങ്ങൾ നിയോഗിച്ചതും കുട്ടികളെ പഠിപ്പിക്കാനാണ്, നിങ്ങൾ പോയി പഠിച്ചു, ഇത് ഞങ്ങൾ ഏറ്റെടുക്കും. സമരത്തിനിറങ്ങിയ MSFകാരോടും CH പറഞ്ഞു, നിങ്ങളുടെ ഉത്തരവാദിത്വം പഠിക്കുക എന്നതാണ്, നിങ്ങൾ പോയി പഠിച്ചോ, ഇത് ഞങ്ങൾ ഏറ്റെടുക്കും. മുസ്ലിം ലീഗ് സമരം ഏറ്റെടുത്ത് നിങ്ങൾക്ക് അറിയാലോ. അവകാശ സംരക്ഷണ രംഗത്ത് വിലപ്പെട്ട 3 സഹപ്രവർത്തകരുടെ ജീവൻ വില കൊടുത്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മേഖലയിലെ അനീതിക്കെതിരെ മുസ്ലിം ലീഗ് സമരരംഗത്ത് ഇറങ്ങിയതും വിജയം കണ്ടതും എന്നതിന് ചരിത്രം സാക്ഷിയാണ്. ബന്ധമുള്ള ആളുകളെ ഉടച്ചു വാർത്ത് എടുക്കുക എന്നതാണ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത്.
അതിനാൽ മുസ്ലിം ലീഗ് KSUവിനും അതോടൊപ്പം MSFനും പിന്തുണ നൽകുന്നു. അവർ ശക്തിപ്പെടുന്നതോടൊപ്പം ഈ പ്രവണതകൾക്കെതിരെ അതിശക്തമായി പ്രതിരോധിക്കാനും പ്രതികരിക്കാനും കഴിയുന്ന ഒരു സമൂഹം നമുക്ക് വളർന്നു വരേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ, നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ, നമ്മുടെ സംസ്ഥാനത്തെ രക്ഷിക്കാൻ അത് മാത്രമാണ് നമുക്ക് പോംവഴിയുള്ളത് എന്ന ബോധമാണ് അത്തരമൊരു ചിന്തയിലേക്ക് മുസ്ലിം ലീഗിൽ എത്തിച്ചത്. അതുകൊണ്ട് ആ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന കാര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ സജീവ പങ്ക് വഹിക്കണം, അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം എന്ന് മാത്രമാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം നിങ്ങളുടെ പ്രശ്നങ്ങളാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് സദാ ജാഗരൂകരാണ്. അധ്യാപകർ സന്തുഷ്ടരായാൽ മാത്രമേ സന്തുഷ്ടമായ ഒരു വിദ്യാർത്ഥി സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയും. പുതിയ തലമുറ സംതൃപ്തിയോടുകൂടി വളർന്നു വരണമെങ്കിൽ അധ്യാപക സമൂഹം സംതൃപ്തമാകണം. രാജ്യത്തിലെ പൊതു സമൂഹം അനുഭവിക്കുന്ന ഒരുപാട് പെടാപ്പാടുണ്ട്. നമ്മുടെ പൊതുസമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പാലക്കാട് പോലുള്ള ഉപതെരഞ്ഞെടുപ്പുകളും പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ കാണിക്കുന്ന ഫലം ഈ ഗവൺമെന്റ് ജനങ്ങളോട് ചെയ്ത തെറ്റിന് ജനങ്ങൾ അവരോട് ചെയ്ത പ്രതികാരത്തിന്റെ ഫലമാണ്. ഒമ്പിച്ച വിജയം ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ UDF ഉണ്ടായത് ജനങ്ങളുടെ പ്രതികരണമാണ്. ജനങ്ങൾ ഈ ഗവൺമെന്റിനെ വെറുക്കുന്നു. സഖാക്കൾ അടക്കം മാർക്സിസ്റ്റ് പാർട്ടിയിലെ യഥാർത്ഥ സഖാക്കൾ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇത് കമ്മ്യൂണിസ്റ്റ് ഭരണമല്ല, ഇടതുമുന്നണി കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള മുന്നണിയല്ല, CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, അതൊരു കോർപ്പറേറ്റ് സ്ഥാപനമാണ് എന്ന് വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളുടെ വോട്ടാണ് ഈ ഗവൺമെന്റിലെ പോളിംഗ് ബൂത്തിൽ ചെന്നപ്പോൾ ബാലറ്റ് ബോക്സിൽ വീണുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ അതൃപ്തരാണ്. അവരെ എല്ലാ നിലക്കും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തരം നികുതികളും വർദ്ധിപ്പിച്ചു. സാധാരണ വർധനവല്ല. നമുക്കറിയാം, ഓരോ കൊല്ലവും പരമാവധി 5%. ഇത്തവണ വീട്ടു നികുതി വർധന ഉണ്ടായത് 300%. ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചത് 2 തവണയാണ്. മാത്രമല്ല അതിൽ നടക്കുന്ന കള്ളക്കളികൾ സ്റ്റേജുണ്ടാക്കി, താരിഫ് വിവിധ നിരക്കുകളുണ്ടാക്കി നമ്മളറിയാതെ കൊള്ളലാമം നടക്കുക. വെള്ളക്കരം വർദ്ധിപ്പിച്ചു, രജിസ്ട്രേഷൻ ചാർജ് വർദ്ധിപ്പിച്ചു, ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിച്ചു, സ്റ്റാമ്പ് ഡ്യൂട്ടി വർദ്ധിച്ചു, വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ചാർജ് വർദ്ധിപ്പിച്ചു. ഏത് കാര്യം വർദ്ധിപ്പിക്കാതെ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ വർദ്ധിപ്പിക്കുകയാണ്. ഏത് കാലത്താണ്? ജീവനക്കാർക്ക് ശമ്പള വർധനവ് ഇല്ല എന്ന് മാത്രമല്ല, ശമ്പള വർധനവിനെ കുറിച്ച് ആലോചിക്കാനുള്ള കമ്മീഷനെ നിയമിക്കാനുള്ള കാലാവധി 1 വർഷമായിട്ടും നികത്തിയിട്ടില്ല എന്ന സന്ദർഭത്തിൽ ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിയമിക്കേണ്ടുന്ന കാലാവധി കഴിഞ്ഞിട്ടൊരു വർഷമായി. ഉടനെ ചെയ്യും എന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് 1 വർഷത്തിലേറെയായി ശമ്പള പരിഷ്കരണ കമ്മീഷൻ വന്നിട്ടില്ല. DA 22% എന്നാണ് സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗം ശക്തമായി കൊണ്ടുനടക്കലുമാണ്. കൊലക്കേസ് പ്രതികളെ, കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ ശിക്ഷിക്കലാണ് പ്രോസിക്യൂഷന്റെ, ഗവൺമെന്റിന്റെ, ആഭ്യന്തര വകുപ്പിന്റെ ചുമതല. പക്ഷെ നമ്മൾ വലിയ പരിക്കേറ്റിൽ കണ്ടത് പ്രതികൾക്കെതിരെ വാദിക്കാൻ, പ്രതികൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ CBIക്ക് അന്വേഷണം വിട്ടുകൊടുത്തപ്പോ അത് പാടില്ല, പ്രതികൾ കുറ്റം ചെയ്യുന്നു എന്ന് അന്വേഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഗവൺമെന്റ് ഡൽഹിയിൽ നിന്ന് കോടികൾ മുടക്കി അഭിഭാഷകരെ കൊണ്ടുവന്നു. നമ്മുടെ കല്യാണങ്ങൾ പലയിടത്തും 2 കോടിയാണ് അത്രയും ചെലവ്. എന്തിനാണ്? ഇവർ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാൻ പാടില്ല, CBI അന്വേഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജനവിരുദ്ധമായ പ്രവർത്തനങ്ങൾ, ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മറ്റ് ദൂരത്തിനും ധാരാളിത്തത്തിനും 17 തവണ ആദരണീയനായ മുഖ്യമന്ത്രി ലോകം സന്ദർശിച്ചിട്ടുണ്ട്. 17 തവണ മുഖ്യമന്ത്രി സന്ദർശനത്തിന് പോകുമ്പോൾ ഒറ്റയ്ക്കല്ല, ഭാര്യയുണ്ടാകും, മകളുണ്ടാകും, മകനുണ്ടാകും, പേരക്കുട്ടികളുണ്ടാകും, ആശ്രിതരുണ്ടാകും, ജോലിക്കാരുണ്ടാവും,
ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, ഉപദേശകന്മാരുണ്ടാവും, മറ്റാരൊക്കെയോ കൂട്ടാൻ പറ്റിയവരൊക്കെ ഒരു 50 ആളും 40നും 50നും ഇടയ്ക്കുള്ള അനുയായികളോടൊപ്പമാണ്, അനുചരന്മാരോടൊപ്പമാണ് മുഖ്യമന്ത്രി 17 തവണ വിദേശ പര്യടനം നടത്തിയത്. ഖജനാവിലെ പണമാണ്. എത്ര പണം ചെലവഴിച്ചിട്ടുണ്ടാവും, എത്ര കോടികൾ. എന്തിനാണ് ഈ പര്യടനം അസംബ്ലിയിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി പദ്ധതികൾ ആസൂത്രണം ചെയ്യാനാണ്. 17 തവണ പോയിട്ടുണ്ട്. ഒരു തവണ പോയിട്ട് ഒരു പദ്ധതി കൊണ്ടുവന്നു എങ്കിൽ 17 പദ്ധതി വേണം. ഞങ്ങൾ ഒഴിവാക്കിയത് ഒരു പദ്ധതി. ഈ 17 തവണ കൂടി പോയിട്ട് കണ്ടുപിടിച്ച, കൊണ്ടുവന്ന, കേരളത്തിൽ നടപ്പാക്കിയ, കേരളത്തിലെ ജനങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ലഭിച്ച ഒരു പദ്ധതി മുഖ്യമന്ത്രിക്കോ പാർട്ടിക്കാർക്കോ പറയാൻ പറ്റും. നിങ്ങൾ ഈ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സാമൂഹ്യ ഉത്തരവാദിത്വമുള്ള യുവാക്കൾ എന്ന നിലക്ക്, ഒരു തലമുറ എന്ന നിലക്ക് ആ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുക. സമൂഹം മൊത്തത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ അഡ്രസ് ചെയ്യുക. ജീവനക്കാർ നേരിടുന്ന അതിലും വലിയ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടാൻ തയ്യാറാകുക. മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുന്നു. ഈ തരം എല്ലാ നഷ്ടങ്ങൾക്കും, നിങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷമുണ്ടായ എല്ലാ നഷ്ടങ്ങൾക്കും മുസ്ലിം ലീഗ് അടക്കമുള്ള UDF 2026 മുതൽ നഷ്ടപരിഹാരത്തോടുകൂടി നിങ്ങൾക്ക് വകവെച്ച് തരും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ. 2013 മുതൽ നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട ആ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ തിരിച്ചു കൊണ്ടുവരാൻ മുസ്ലിം ലീഗും UDF-ഉം ബാധ്യസ്ഥരാണ് എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ യോഗത്തിൽ എത്തിച്ചേരുന്നത് വലിയ വിജയമാക്കി തീർത്ത കൂട്ടത്തിൽ എന്റെ ചെറിയ സംസാരം കൊണ്ട് ശ്രമിക്കാൻ സന്മനസ് കാണിച്ച നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. അതുപോലെ തന്നെ നിന്ന് ധീരമായി പോരാടിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ സമ്മേളനത്തിന്റെ എല്ലാവിധത്തിലുമുള്ള ചർച്ചകൾ ഇവിടെ കേട്ടു. ആ ചർച്ചകളൊക്കെ വളരെ ഹൃദ്യമാണ്. സർക്കാർ ജീവനക്കാരുടെയും അവകാശങ്ങൾക്ക് വേണ്ടി സമരം നടത്താൻ ഇവരെ നമ്മൾ കണ്ടിട്ടില്ല. ഇവരെന്താ ചെയ്തത്? കഴിഞ്ഞ കാലങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിനെയും സംസ്ഥാന ഗവൺമെന്റിനെയും അതിന്റെ സാരഥികളെ പുകഴ്ത്തുന്ന പരിപാടിയാണ് ഇക്കൂട്ടർ നടത്തിയത്. എന്തെല്ലാം ഉണ്ടായി? അവരുടെ ഡിമാൻഡ് നോക്കൂ. ഇവിടെ ജോയിന്റ് കൗൺസിലിന്റെയും NGO യൂണിയന്റെയും കഴിഞ്ഞ കാല ഡിമാൻഡുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം, അതിൽ ജീവനക്കാരുടെ ഒറ്റ ഡിമാൻഡ് പോലും പ്രധാനമായും ഉന്നയിച്ചിട്ടില്ല. അവസാനമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന സത്യം അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ പ്രധാന ഡിമാൻഡുകളുടെ കൂട്ടത്തിൽ ഒരിക്കൽ പോലും ഈ ജീവനക്കാരുടെ ഡിമാൻഡുകളെ കുറിച്ച് അവർ പ്രധാനമായി കൊടുത്തിട്ടില്ല. അങ്ങനെ 8-9 കൊല്ലം ഏറ്റവും ശക്തമായി സമരം ചെയ്തുകൊണ്ടാണ് KSTU-വും അതുപോലെ തന്നെ സെറ്റ്കോയും ഇതുവരെ മുന്നോട്ട് വന്നത്. ഈ അവസാന കാലത്ത് അവരും സമരരംഗത്ത് വരുന്നു. എന്തിനാണ്? അവരെന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഗവൺമെന്റിനെ കൊണ്ട് നടപ്പാക്കിച്ച് അവസാനം ഇത് മുതലെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവർ പ്രക്ഷോഭം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതല്ലാതെ അതിന്റെ പിന്നിൽ സതുദ്ദേശമില്ല. സതുദ്ദേശമുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ 8-9 കൊല്ലക്കാലം ഈ സമരത്തിനോടൊപ്പം നിൽക്കാൻ അവർക്ക് സാധിക്കണമായിരുന്നു. അത് സാധിച്ചിട്ടില്ല. അപ്പോ നമുക്കറിയാം, ഒരു ഗവൺമെന്റ് ആ കാലാവധി കഴിയുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം കിറ്റ് ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിച്ച് ഇതാ ഞങ്ങൾ നേടിയെടുത്തിരിക്കുന്നു, ഞങ്ങൾ ഇതാ വലിയ നേട്ടമുണ്ടാക്കിയിരിക്കുന്നു എന്ന് അവകാശവാദം ഉന്നയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പ്രക്ഷോഭ രംഗത്തേക്ക് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ രാജ്യത്തെ ജീവനക്കാർക്കുണ്ട്. അത് മനസ്സിലാക്കാനുള്ള അറിവ് ഈ രാജ്യത്തെ എല്ലാ ആളുകൾക്കും ഉണ്ട്. ഇത് ഇവിടെ മാത്രമല്ല, ജീവനക്കാരുടെ രംഗത്ത് മാത്രമല്ല, ട്രേഡ് യൂണിയൻ രംഗത്തുമുണ്ട്. 8-9 കൊല്ലം ഒരു സമരവും ചെയ്യാത്ത CITU ഇപ്പൊ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 8-9 കൊല്ലം ഒരക്ഷരം ചെയ്യാത്ത AITUC ഇപ്പൊ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തിനാണ്? ഈ അവസാന കാലത്ത് അതിന്റെ നേട്ടം അവരുടെ ചെലവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്.
ഇവിടെ വളരെ വ്യക്തമായിട്ടും ഗുരുതരമായ സ്ഥിതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുന്നത് അടക്കമുള്ള അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സലാം സാഹിബിലൂടെ പറഞ്ഞു. അതുപോലെ തന്നെ മെഡിസപ്പ് സംവിധാനം ഈ ഭരണകൂടം തകർത്ത് കളഞ്ഞു. ചോദ്യ പേപ്പർ ചോർച്ച ഇന്ന് കേരളത്തിലെ നിത്യസംഭവമായി. അതുപോലെ തന്നെ ഈ രൂപത്തിലൊക്കെ ഉണ്ടായിട്ടും അപ്പോഴൊക്കെ അതിനെതിരെ നിരന്തരമായി സമരം ചെയ്തത് നമ്മുടെ സംഘടനയാണ്, നമ്മുടെ സെറ്റ്കോ എന്ന പ്രസ്ഥാനമാണ് എന്നിവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ NGO യൂണിയനും ജോയിന്റ് കൗൺസിലും പിണറായി സർക്കാരിന് സ്തുതിഗീതം പാടിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരമായ സ്തുതിഗീതം. അതുമാത്രമല്ല, മോഡി സർക്കാരിനും അവരുടെ പരോക്ഷമായ ചിലപ്പോഴൊക്കെ പ്രത്യക്ഷമായ പിന്തുണയുണ്ട്. എന്താണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിൽ അവരുടെ നിലപാട് നമുക്കറിയാം. 100% ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകളാണ് സ്വീകരിച്ചത്. ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ ഭരിച്ചിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ 10ാം ശമ്പള കമ്മീഷനിൽ നിർദ്ദേശിച്ച ആനുകൂല്യങ്ങളൊക്കെ ഈ ഗവൺമെന്റ് എടുത്തു കളയുകയാണ് ചെയ്തത്. പങ്കാളിത്ത പെൻഷൻ ബാങ്കിനെ ഏൽപ്പിച്ചുകൊണ്ട് ആ രൂപത്തിലുള്ള പ്രവർത്തനത്തിന് അതിനൊക്കെ നമ്മൾ എതിർക്കുകയുണ്ടായി. അതാണ് ഇവിടെ ചെയ്തത്. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുടിശ്ശികയെ കുറിച്ചുള്ള കാര്യം അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കാര്യമായിട്ടും പറയാനുള്ളത് ഈ കാപട്യത്തിനെതിരായിട്ടാണ് ഫെബ്രുവരി 6 തിരുവനന്തപുരത്ത് അത്യുജ്വലമായ ഒരു പ്രകടനം, അതുപോലെ ധർണ. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഇത്ര കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം. മുസൽമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നെ മക്കളെ നോക്കിയിടണം.
എന്തിനാണ് യുദ്ധ കോലാഹലം നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം അകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം അകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അദ്ദേഹത്തിന് കൂടുതൽ സമയം നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവായ KS മൗലവി മരണപ്പെട്ടു എന്ന വിവരം പറഞ്ഞു തിരിച്ചു പോവുകയാണ്. മുസൽമാൻ ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളും നോക്കിടണം എന്തിനാണ് യുദ്ധ കോലാഹലം നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം 550D ക്വാളിറ്റി TFT സ്റ്റീൽ ബാറായ മിനാർ TFT സ്റ്റീൽ ബാർ ഉപയോഗിച്ച പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാലം കരുത്തിന്റെ കാവൽ. മിനാർ TFT ടെൽകോ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഞ്ചിന് ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദപാതയിൽ നീങ്ങിടണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം അകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷെ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99% പേരും ഈ ഒരു ഫ്ലോറൽ ഫ്രൂട്ടി വനില ക്രീമി കാൻഡി മിൽക്കി സ്മെല്ലാണ്. മുസ്കാനിൽ വരുന്നത് വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. City Gold, Gold and Diamonds, Kerala and Karnataka.